പോലെ അഭിനയിക്കുകയാണ്. മഹാരാജൻ വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. വേണ്ട, ശിഖണ്ഡിയെ വിളിച്ച് അവനെ പരിശോധിക്കണം. പരിശോധിച്ച് ഉറപ്പുവരുത്തണം ആണാണോ പെണ്ണാണോ എന്ന്. നമുക്കൊപ്പം നമ്മുടെ പത്നിയും രാജമാതാവുമുണ്ട്. വിളിക്ക് ശിഖണ്ഡിയെ, അവൻ പരിശോധിക്കട്ടെ. പെട്ടെന്ന് ഹിരണ്യവർമ്മന്റെ ഒരു ഭടൻ അവിടേക്ക് ഓടി വന്നു. മഹാരാജൻ ശിഖണ്ഡികുമാരനെ ആ മധുവിധ മന്ദിരത്തിലോ പരിസരത്തോ ഒന്നും കാണാനില്ല. അതിന് എല്ലാവരും നോക്കി. ഹേ കുമരൻ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശിഖണ്ഡി പുരുഷനല്ല എന്ന്. അല്ലെങ്കിൽ എന്തിനാണ് ഒളിക്കണം? പിന്നെ ദ്രുപദൻ ഒരു പെണ്ണിനെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന വളർത്തിയെങ്കിൽ അത് ഏറ്റവും വലിയ പാപമാണ്. ദ്രുപദൻ 10 ദിവസം നാം നിനക്ക് സമയം തരുന്നു. അതിനുള്ളിൽ ശിഖണ്ഡിയെ നമ്മുടെ മുമ്പിൽ എത്തിക്കണം, അല്ലെങ്കിൽ യുദ്ധം. ദ്രുപദന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഹിരണ്യവർമ്മനും സൈന്യവും